പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പുകാലത്തിന്റെ 7ാമത്തെ ഞായറാഴ്ചയിലേക്ക്, അവസാനത്തെ ആഴ്ചയിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുന്നു. ഈ കഴിഞ്ഞു പോയ ആഴ്ചയിൽ നമ്മൾ ഈശോയുടെ സ്വർഗാരോഹണത്തെ അനുസ്മരിച്ചു. ഈശോയുടെ ഉയർപ്പിന്റെ 40ാം ദിവസം. ഇന്ന് അതിനുശേഷം വരുന്ന ഞായർ എന്നുള്ള നിലയ്ക്ക് ഈശോയുടെ ഉയർപ്പിനെ ഓർമ്മിക്കുന്ന, ഈശോയുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന രീതിയിൽ ഉയർപ്പിനെ ഓർമ്മിക്കുന്ന ദിവസം, ഈ സ്വർഗാരോഹണത്തിന്റെ ചിന്തകൾ ഒരിക്കൽ കൂടി സഭ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. ഇന്ന് വിശുദ്ധ സുവിശേഷത്തിൽ വായിച്ച് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കാ സുവിശേഷം 24-ാം അധ്യായം 44 മുതൽ 53 വരെ വാക്യങ്ങളാണ്. ഉയർത്തെഴുന്നേറ്റ ഈശോ ശിഷ്യന്മാരെ ഗലീലയിലെ മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അന്തിമ നിർദ്ദേശങ്ങൾ നൽകുന്നതും സ്വർഗത്തിലേക്ക് കയറി പോകുന്നതുമാണ് ഈ തിരുവചന ഭാഗങ്ങൾ. പ്രത്യേകമായി സ്വർഗാരോഹണത്തെ ഇന്ന് അനുസ്മരിക്കുന്നു. ഈശോ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ തിരുവചനം പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവൻ അവരുടെ മനസ്സ് തുറന്നു. നമ്മൾ ഇന്ന് ഈ തിരുവചന ചിന്തയ്ക്കായിരിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവെ, ഈ വിശുദ്ധ ലിഖിതങ്ങൾ മനസ്സിലാകത്തക്ക രീതിയിൽ ഞങ്ങളുടെ മനസ്സിനെയും തുറക്കണമേ. 2 കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നു. ഒന്ന്, ഈശോ പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങൾ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ താൻ പീഡകൾ സഹിക്കുകയും കുരിശിൽ മരിക്കുകയും ഉയർക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അതെല്ലാം നടന്നു. നിങ്ങൾ ഇവയ്ക്കെല്ലാം സാക്ഷികളാണ്. അതുകൊണ്ട് നിങ്ങൾ പോയി ഇതെല്ലാം പ്രസംഗിക്കുവിൻ. ഈശോ പറയുന്നു, സങ്കീർത്തനങ്ങളിലും മോശയുടെ നിയമത്തിലും അതുപോലെ പ്രവാചകന്മാരിലും എല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ കാര്യങ്ങൾ സംഭവിക്കണം. അതേ തുടർന്ന് ഈശോ പറയുന്നു, അതെല്ലാം എന്നിൽ നിറവേറിയിരിക്കുന്നു, നിങ്ങൾക്ക് ഇവയ്ക്കെല്ലാം സാക്ഷികളാണ്. ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംഭവിക്കണമെന്ന് ഈശോ ഇവിടെ നിർബന്ധം പിടിക്കുകയാണ്. അതിൽ നിന്നൊന്നും രക്ഷപ്പെടാനോ ഒളിച്ചോടാനോ ഈശോ പരിശ്രമിക്കുന്നില്ല. അതെല്ലാം അങ്ങനെ തന്നെ സംഭവിക്കേണ്ടതാണ് എന്ന് ഈശോ ഉറപ്പിച്ചു പറയുന്നു. എന്താണ് ആ കാര്യങ്ങൾ? ഈശോ 3 കാര്യങ്ങൾ എടുത്തു പറയുന്നു. 1, സഹിക്കണം. 2, മരിക്കണം. 3, ഉയർത്തെഴുന്നേൽക്കണം. സ്നേഹമുള്ളവരെ, നമ്മളെക്കുറിച്ചും ദൈവത്തിന്റെ പുസ്തകത്തിൽ ചില കാര്യങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഈശോയെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദത്തുപുത്ര സ്ഥാനത്തുള്ള നമ്മളെക്കുറിച്ചും ദൈവത്തിന്റെ പുസ്തകത്തിൽ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഗുരുവും നാഥനുമായ ഈശോയെ അനുഗമിക്കുന്ന നമുക്കും കാര്യങ്ങൾ വ്യത്യസ്തമാകാൻ വഴിയില്ല. നമുക്കും ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ സഹിക്കണം, മരിക്കണം, ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ളതാണ്. ഈശോ പറയുന്നുണ്ട്, അന്തിമ ദിനത്തിലെ പുനരുത്ഥാനത്തിൽ എല്ലാ മരിച്ചവരെയും അവൻ ഉയർപ്പിക്കും. ഒരു ഉയർപ്പുണ്ട് എന്ന് പറയുന്നു. പിന്നെയുള്ള കാര്യങ്ങൾ ഈ ഭൂമിയിൽ സംഭവിക്കേണ്ടതാണ്, സഹിക്കലും മരിക്കലും. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് സഹനങ്ങൾ വരുമ്പോൾ, നമുക്ക് ഒരുപക്ഷെ മരണകരമായ വേദനയും ദുഃഖവും വരുമ്പോൾ, ചിലപ്പോൾ ശാരീരികമായി ഈ ലോകത്തിൽ നിന്ന് മരിച്ച് കടന്നു പോകേണ്ടി വരുമ്പോഴൊക്കെ അതൊന്നും യാദൃച്ഛികമോ ദൈവം കാണാത്തതോ ഒന്നുമല്ല. മറിച്ച് ദൈവത്തിന്റെ പുസ്തകത്തിൽ നമ്മളെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ തീരുമാനങ്ങളാണ് എന്ന് നമുക്ക് ഓർമ്മിക്കാം. എപ്പോഴും സഹനം തന്നെയല്ല. നമ്മളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ദൈവം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ചിലർ പറയും, അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, നമ്മൾ പ്രത്യേകിച്ച് ദൈവത്തോടൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, നമ്മളെക്കുറിച്ചെല്ലാം നേരത്തെ തന്നെ എഴുതപ്പെട്ടു പോയില്ലേ? ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുന്ന ഒരു വിശദീകരണം ഇങ്ങനെയാണ്, ദൈവത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് വേണ്ടിയുള്ള ബുക്കിൽ ഓരോ ദിവസവും എന്ത് സംഭവിക്കണമെന്ന് ഓരോ പേജിൽ എഴുതിയിരിക്കുന്നു. അതനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നു. ചില പേജുകളിൽ ദൈവം എഴുതിയിരിക്കുന്നു, ഇന്ന് നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ദൈവം അങ്ങനെ ചില ഓപ്ഷൻസ്, ചില കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ദൈവം ചില കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് തീരുമാനിച്ചു വെച്ച് ഇന്ന ദിവസം ഇന്ന കാര്യം ഇന്നയാളുടെ ജീവിതത്തിൽ നടക്കണം എന്ന് പറയുമ്പോൾ ചില പേജുകളിൽ ദൈവം എഴുതിയിരിക്കുന്നത് ഇന്ന് നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അവിടെയാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള സാധ്യതകൾ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്രകാരം നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ തീരുമാനിക്കാനും നമ്മൾ ചില ഇഷ്ടങ്ങൾ ചോദിക്കുമ്പോൾ അത് തരാനുമുള്ള മനസ്സോടെ ഇരിക്കുന്ന ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും പ്രസക്തിയുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന, ചോദിക്കുന്ന കാര്യങ്ങൾ തരികയും ചെയ്യും. എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. കാരണം അത് ദൈവം തീരുമാനിക്കുന്നില്ലായിരിക്കാം, ദൈവം അങ്ങനെ ചിന്തിക്കുന്നില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം
ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സഹനങ്ങൾ വരുമ്പോൾ, ദുരിതങ്ങൾ വരുമ്പോൾ അത് ദൈവത്തിൻ്റെ പുസ്തകത്തിലെ നമ്മളെക്കുറിച്ചുള്ള തീരുമാനമാണെന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. രണ്ടാമതായി നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈശോ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ എന്നെക്കുറിച്ച് സാക്ഷികളായി ജീവിക്കാൻ പോകണമെങ്കിൽ നിങ്ങൾക്ക് അതിന് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്കും ഈ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി, പരിശുദ്ധാത്മാവ് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് സഭയിൽ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത് സഭയിലൂടെ, കൂദാശകളിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ, പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയൊക്കെ പ്രത്യേകിച്ച്. ഈ പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയുള്ളവർക്ക് സഭയിലും സമൂഹത്തിലും വിശുദ്ധരായും പ്രവർത്തന നിരതരായും ജീവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് കൂദാശകളിൽ കൂടുതൽ താല്പര്യമുള്ളവരാകും. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന പങ്കെടുക്കുന്നതിലും സ്വീകരിക്കുന്നതിലും നമുക്ക് കൂടുതൽ താല്പര്യമുള്ളവരാകാം. ഈശോയുടെ ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ് അപ്പത്തെ രൂപാന്തരപ്പെടുത്തി ഈശോയുടെ ശരീരമാക്കി വിശുദ്ധ കുർബാനയാക്കി മാറ്റുന്നത്. പരിശുദ്ധാത്മാവ് അപ്പത്തെ മാത്രമല്ല മാറ്റുന്നത്, അതിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയെയും രൂപാന്തരപ്പെടുത്തുന്നുണ്ട്, മാറ്റുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായ മാറ്റങ്ങളിലൊന്ന്. അതുകൊണ്ട് സഭാ ജീവിതത്തിൽ, പ്രാർത്ഥനയിൽ, കൂദാശകളിൽ, പ്രത്യേകിച്ച് വിശുദ്ധ ബലിയർപ്പണത്തിൽ നമുക്ക് ആത്മാർത്ഥമായി പങ്കെടുക്കാനായി പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ കർത്താവിൻ്റെ ദിവസം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നൽകി അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അങ്ങയുടെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതോടൊപ്പം ഞങ്ങൾ ഇന്ന് ബോധ്യത്തോടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു, ഞങ്ങളെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങയുടെ പുസ്തകത്തിൽ ഞങ്ങളെക്കുറിച്ചുണ്ട്. അത് സഹനവും മരണവും അതോടൊപ്പം ഉത്ഥാനവും ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ്. സഹനങ്ങൾ വരുമ്പോൾ അത് അങ്ങയുടെ പദ്ധതിയുടെ ഭാഗമായി സ്വീകരിക്കുവാനും വിശ്വസ്തയോടെ അതിൽ നിലനിൽക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ കർത്താവിൻ്റെ ദിവസം ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും ഏറ്റവും അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.